ആലപ്പുഴ ആശുപത്രിയിൽ ആരാണ് ആ സർജറി ചെയ്ത് കൊളവാക്കിയത്? ആരോഗ്യമന്ത്രി അല്ല സർജറി നടത്തുന്നത്. എന്നാ പിന്നെ വല്ല ഡോക്ടർമാരും ആയിരിക്കും. ഞാൻ ചെയ്തതല്ലാന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇനി ആ സ്ത്രീ തനിയെ സർജറി ചെയ്ത് കത്രിക അകത്താക്കിയതായിരിക്കോ ഇടത് സർക്കാരിനെ അട്ടിമറിക്കാൻ? ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സർക്കാർ വക കത്രിക വയറ്റിലാക്കി കടത്തിയതിന് ആ സ്ത്രീക്കെതിരെ കേസ് വല്ലതും വരുമെന്നോ? ഒരു ആരോഗ്യമന്ത്രി അല്ല ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കുന്നത്. തിരക്കിനിടയിൽ അതിനുകൂടി സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. കഴിയുന്നത്ര നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് അകത്തിടത്തില്ല. ഓ, വലിയ ഉപകാരം. ഈ പറയുന്ന ചികിത്സാ പിഴവ് എന്നുണ്ടായതാണ്. അവർക്ക് സുഖമില്ലാതെ ചികിത്സിക്കാൻ പോയപ്പോഴാവാനാണ് സാധ്യത. ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. അന്ന് ഒരു പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തിട്ടില്ല. ഇലക്ഷൻ പശ്ചാത്തലത്തിലൊക്കെ ചികിത്സിക്കാൻ പോകുന്നവർ ജാഗ്രത. ചുമതല ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷേ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. ഒരു കുഞ്ഞു കത്രികയല്ലേ, ഡോക്ടറെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോന്ന് വാങ്ങി വയറ്റിനകത്ത് വയ്ക്കാൻ തോന്നും. മസ്കിറ്റോയുടെ സിംറ്റം അല്ല, അത് അറിയത്തില്ല. 20 കൊല്ലം ഇരുന്നാലും അറിയണമെന്നില്ല. ഓപ്പറേഷന് കൊണ്ടുപോയ ഒരു സാധനം അവിടെ കാണാതായിട്ടും ആരും അന്വേഷിച്ചില്ലേ? അത് ഇനിയെങ്കിലും അങ്ങനെ ഒരു സിസ്റ്റം ഗവൺമെന്റിലും വരണം. അപ്പൊ സ്റ്റാഫ് എണ്ണം കൂടണം. രോഗികളും ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നാൽ അകത്ത് വല്ലതും പോയിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെയാണ് മറ്റൊരു കേസിലും. കോഴിക്കോട് കേസല്ലേ? അത് UDF കാലത്താണോ 2014 അത് 17 എന്നതായിരുന്നു ഡോക്ടർമാരുടെ ആശങ്ക. ഡോക്ടർമാർക്ക് എന്തെല്ലാം ആശങ്കകളാണ്. UDF കാലത്താണോ LDF കാലത്താണോ ഓപ്പറേഷൻ നടത്തിയത് എന്ന് വരെ ആലോചിക്കണം. സിസ്റ്റം ഇങ്ങനെയാണ്. സിസ്റ്റം എറായി പോയ പിന്നെ മന്ത്രിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കപ്പൽ ആടി ഉലയുകയാണ്. കപ്പലിന്റെ സ്ക്രൂവോ ബോൾട്ടോ വല്ലോ അകത്ത് പോയിട്ടുണ്ടോ എന്ന് എല്ലാവരും നോക്കുന്നതല്ല.